ഷെയർ മാർക്കറ്റിൽ സാധാരണയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെക്ടറിലെ ലീഡറെ ആയിരിക്കും. ഉദാഹരണത്തിന് ബാങ്കിംഗ് സെക്ടർ ആണെങ്കിൽ നമ്മൾ HDFC ബാങ്കോ അല്ലെങ്കിൽ SBIയോ ഒക്കെ സെലക്ട് ചെയ്യുന്നത് പോലെ ആ ഒരു സെക്ടറിലെ ലീഡറിന്റെ ഓഹരികൾ വാങ്ങിക്കൂട്ടാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറ്. എന്നാൽ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് എത്തിയ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കോ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് റിസർച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ICICI ബാങ്കിലോ ആക്സിസ് ബാങ്കിലോ അല്ലെങ്കിൽ പുതുതലമുറ ബാങ്കുകളിൽ ഏതിലെങ്കിലുമോ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാര്യമായിട്ടുള്ള സ്റ്റഡി നടത്തേണ്ടതുണ്ട്, കൃത്യമായിട്ടുള്ള അനാലിസിസുകൾ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു മാർക്കറ്റ് ലീഡറിന്റെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതേ ലാഘവത്തോടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റഡി നടത്തി കൃത്യമായിട്ടുള്ള അനാലിസിസിന് ശേഷം ഇത്തരത്തിലുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. അത്തരത്തിൽ മാർക്കറ്റിലെ സാധാരണ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിൽ നിന്ന് മാറി ഒരു ബിസിനസ്സിനുള്ളിലെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് അവസരങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുപോലെ വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോകുന്ന സെക്ടറുകളെ കണ്ടെത്തി ആ സെക്ടറുകളിലുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളെ കണ്ടെത്തി പറ്റി പഠിച്ച് അവയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും വിജയ സാധ്യതകളും മനസ്സിലാക്കുന്ന ഒരു വീഡിയോ സീരീസിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ ഒരു സീരീസിൽ നമ്മൾ 5 ഡിഫറന്റ് സെക്ടറുകളെ പറ്റി കൃത്യമായിട്ട് പഠിക്കുകയും അവയിലെ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കണ്ടെത്തുകയും അത്തരത്തിൽ കണ്ടെത്തിയ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയും കൃത്യമായിട്ടുള്ള എൻട്രി ലെവലുകളിൽ അവയെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താനും നമുക്ക് പ്ലാൻ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. ആദ്യമായിട്ട് ഇന്ത്യയെ പുനർനിർമ്മിക്കുന്ന 111 ലക്ഷം കോടി രൂപയുടെ ഒരു പരിവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വരും ദശകത്തിൽ നിക്ഷേപകരുടെ ഭാവി നിർവചിക്കാൻ സാധ്യതയുള്ള ഒരു നിർമ്മാണ സൂപ്പർ സൈക്കിളിനെ കുറിച്ചാണ്. വളരെ വലിയ ഓർഡർ ബുക്കുകളും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബെനഫിറ്റുകളുള്ള ആധിപത്യം സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്ന കമ്പനികൾ പലരുടെയും വാച്ച് ലിസ്റ്റുകളിൽ കാണില്ല. യഥാർത്ഥ അവസരം ഒളിഞ്ഞിരിക്കുന്നത് സ്റ്റീലിലും സിമന്റിലും മെഷീനറികളിലും ഒക്കെ ആയിരിക്കും. അതിനാൽ തന്നെ ഈ വീഡിയോയിൽ ഈ ഒരു കുതിച്ചുചാട്ടം ശരിയായ വേഗത്തിൽ കൈവരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു പ്രവചനമല്ല, വലിയ സർക്കാർ നടപടികളുടെ പിൻബലമുള്ള ഒരു ഉറപ്പാണ്. യഥാർത്ഥ ദേശീയ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ 2025 വരെ ഹൈവേകൾ മുതൽ ഗ്രിഡുകൾ വരെ എല്ലാം നവീകരിക്കുന്നതിനായിട്ട് 100 ലക്ഷം കോടിയിലധികം രൂപയുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നു. പ്രാരംഭഘട്ടം തുടർച്ചയായിട്ടുള്ള ഒരു ചിലവഴിക്കലിന്റെ ആ ഒരു വഴിയിൽ തന്നെയാണുള്ളത്. ഇത്തരത്തിലുള്ള നിക്ഷേപം സാമ്പത്തിക വിദഗ്ധർ എക്കണോമിക് മൾട്ടിപ്ലയറുകൾ എന്ന് വിളിക്കുന്ന ഒന്നിനെ സൃഷ്ടിക്കുകയാണ്. പ്രധാനമന്ത്രി ഗതിശക്തി പോലെയുള്ള പരിപാടികൾ നമ്മുടെ റോഡ്, റെയിൽ, തുറമുഖ ശൃംഖലകളെ തടസ്സമില്ലാതെ കണക്ട് ചെയ്യാനും ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കാനും ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയെ ഒരു വേൾഡ് കോമ്പറ്റേറ്റർ ആക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ ചെയ്തിട്ടുള്ളതാണ്. സർക്കാർ നയം സ്വകാര്യ മേഖലകളിലെ ആ ഒരു കരുത്തും ഒത്തുചേരുന്ന ഒരു അപൂർവ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഒരു തരംഗത്തിൽ നേട്ടമുണ്ടാക്കാൻ എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഒരു ഒഴിവാക്കാനാകാത്ത ഒരു പേര് തന്നെയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ, അതായത് L&T. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായിട്ടുള്ള മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് വരെ L&Tയുടെ കയ്യൊപ്പ് എല്ലായിടത്തുമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു സെക്ടറിലെ മാർക്കറ്റ് ലീഡറായിട്ട് വരെ L&T മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് L&T നമ്മളുടെ ഈ ഒരു ലിസ്റ്റിലേക്ക് സ്ഥാനം പിടിച്ചത്? അതിന്റെ ഓർഡർ ബുക്കിന്റെ വ്യാപ്തി അതിശയകരമാണ്. ഇതൊരു പക്ഷേ പല ചെറിയ രാജ്യങ്ങളുടെയും മൊത്തം വാർഷിക ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് L&Tയുടെ ഓർഡർ ബുക്ക്. എന്നിരുന്നാലും ഒരു ഇൻവെസ്റ്റ്മെന്റും അപകട സാധ്യത ഇല്ലാത്തതല്ല. L&Tയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലിയ വലിപ്പം കാരണം ചെറിയതും വേഗതയേറിയ കമ്പനികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളർച്ച മന്ദഗതിയിലായിരിക്കും. ഒരുപക്ഷെ ഓർഡർ ബുക്കിന്റെ ഏകദേശം 49% ഇന്റർനാഷണൽ വിപണികളിൽ നിന്നാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് അവരുടെ ഓർഡർ ബുക്കിലേക്ക് എത്തുന്നത്. ഇത് പൊതുവെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെയും അതുപോലെ തന്നെ എണ്ണവിലയുടെ ഫ്ലക്ച്വേഷൻസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രോജക്ടുകളുടെ എക്സിക്യൂഷനെ കാര്യമായിട്ട് ബാധിക്കാനും സാധ്യതയാണ്. എന്നിരുന്നാലും ഈ ഒരു സെക്ടറിലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്റ്റോക്കായിട്ട് നമുക്ക് L&Tയെ കണക്കാക്കിയേ പറ്റുകയുള്ളൂ. ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് മാറുന്നതിനേക്കാൾ L&Tയെ സെലക്ട് ചെയ്യാതെ ഒരു പടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ട് തന്നെ L&T നമ്മളുടെ നമ്പർ 1 സ്റ്റോക്കായിട്ട് ഈ ഒരു സെലക്ഷനിൽ മാറുകയാണ്. അടുത്തത് ഹൈവേ മേഖലയിലെ കൃത്യമായിട്ടുള്ള എക്സിക്യൂഷനുകളിലൂടെ ഒരു ശക്തമായിട്ടുള്ള എൻട്രി നേടിയെടുത്ത ഒരു കമ്പനിയാണ് PNC ഇൻഫ്രാടെക്. കൃത്യസമയത്ത് റോഡുകളും ഹൈവേകളും പാലങ്ങളും നിർമ്മിക്കുന്നതിൽ മികച്ച
ട്രാക്ക് റെക്കോർഡുള്ള ഒരു എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് PNC ഇൻഫ്രാടെക്. സർക്കാർ കരാറുകൾ നേടുന്നതിന് വളരെ നിർണായകമാണ്. വളരെ മികച്ച ഓർഡർ ബുക്ക് നിർമ്മിക്കാൻ കമ്പനിയെ തീർച്ചയായിട്ടും ഇത് സഹായിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20,000 കോടിക്ക് മുകളിൽ ഓർഡർ ബുക്ക് കയ്യിലുള്ള കമ്പനിയുടെ വാർഷിക വരുമാനത്തിന്റെ 3.6 മടങ്ങാണ് അവരുടെ ഓർഡർ ബുക്ക്. ഇത് ഫ്യൂച്ചറിൽ കൃത്യമായിട്ടുള്ള വരുമാന സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യും. സർക്കാരിന്റെ പ്രധാന പദ്ധതിയായിട്ടുള്ള ഭാരത്മാല പരിയോജനയുമായി തികച്ചും യോജിക്കുന്ന ഹൈവേ പദ്ധതികളുമൊക്കെ ആയിട്ടാണ് കമ്പനിയുടെ ഓർഡറുകൾ പകുതിയും നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ ജൽജീവൻ മിഷന്റെ കീഴിലുള്ള ജലവിതരണ പദ്ധതികൾ, വിമാനത്താവള വികസനം, റിന്യൂവബിൾ എനർജി തുടങ്ങിയ ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള മേഖലകളിലേക്കും കമ്പനി വളരെ തന്ത്രപരമായിട്ട് എൻട്രി എടുത്തിട്ടുണ്ട്. അതേസമയം നിർമ്മാണ മേഖലയിൽ അടുത്തിടെ ചില പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോജക്ടുകൾ നൽകുന്നതിലെ വേഗതക്കുറവും പ്രോജക്ട് കാലതാമസവും കാരണം കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ 26 വളർച്ച മന്ദഗതിയിലാവുന്നത് കാണാൻ കഴിഞ്ഞു. കമ്പനിയുടെ പ്രകടനം സർക്കാർ കരാറുകൾ നൽകുന്നതിലെ വേഗത വളരെയധികം ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അൺപ്രഡിക്റ്റബിൾ ആണ്. എന്നിരുന്നാലും ശക്തമായിട്ടുള്ള ബിഡ് പൈപ്പ് ലൈനും പ്രോജക്ട് അവാർഡുകളിൽ വീണ്ടെടുക്കൽ പ്രതീക്ഷിക്കുന്നതിനാലും വരാനിരിക്കുന്ന ആ ഒരു കുതിച്ചുചാട്ടം മുതലെടുക്കാൻ PNC ഇൻഫ്രാടെക് ഒരു മികച്ച സ്ഥാനത്താണ് മുന്നിലുള്ളത് എന്ന് തന്നെ വേണം കരുതാൻ. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കും നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ ഏറ്റവും ഉതകുന്ന സ്റ്റോക്കായിട്ട് മാറുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. തീർച്ചയായിട്ടും ഈ ഒരു സീരീസിൽ വരുന്ന മറ്റു വീഡിയോകൾ കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ട് ഈ ഒരു ചാനൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ മൂന്നാമത്തെ കമ്പനി അല്പം കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കുള്ളതാണ്. ശ്രദ്ധേയമായിട്ടുള്ള തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും വലിയ വളർച്ചാ സാധ്യതകൾ നൽകുകയും ചെയ്യുന്ന ഒരു ഗ്രോയിങ് പ്ലെയർ ആണ് നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനി അഥവാ NCC ലിമിറ്റഡ്. വർഷങ്ങളായിട്ട് NCC ഒരു കഴിവുള്ള മിഡ് ക്യാപ് കമ്പനിയായിരുന്നു. എന്നാൽ ഇതൊരു ദേശീയ ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ, ഗതാഗതം, ജലം, ഇലക്ട്രിക്കൽ, ഖനനം എന്നിവയിലുൾപ്പെടെ വളരെ വിപുലമായിട്ടുള്ള മേഖലകളിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഡൈവേഴ്സിഫിക്കേഷൻ ആണ് അതിന്റെ ഒരു പ്രധാന ശക്തിയായിട്ട് പറയേണ്ടത്. ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനികളെ പോലെ അല്ലാതെ NCCക്ക് ഇൻഫ്രാസ്ട്രക്ചർ സ്പെക്ട്രത്തിൽ ഉടനീളമുള്ള അവസരങ്ങൾ മൊത്തത്തിൽ പിടിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. കമ്പനിയുടെ ഓർഡർ ബുക്ക് ഏതാണ്ട് 80,000 കോടി എന്ന ഒരു വലിയ ശക്തമായിട്ടുള്ള നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കമ്പനി തുടർച്ചയായിട്ടുള്ള ഓർഡറുകൾ നേടുന്നു. മെച്ചപ്പെട്ട സാമ്പത്തിക അച്ചടക്കമുണ്ട്. വളർന്നു വരുന്ന ഒരു സ്റ്റാർ ആയിട്ട് കമ്പനിയെ മാറ്റുന്നതും കടം കുറയ്ക്കാനുള്ളതും മികച്ച രീതിയിലുള്ള ഫിനാൻഷ്യൽ ബാലൻസിംഗും കമ്പനിക്ക് വളരെ മികച്ച നേട്ടം നൽകും. എന്നാൽ സ്മാർട്ട് മീറ്റിംഗ് പോലെയുള്ള ഉയർന്ന വളർച്ചാ മേഖലകളിലേക്കുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇതിനെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വരുമാന മാർഗം അവരുടെ പോർട്ട്ഫോളിയോയിൽ കൂട്ടിച്ചേർക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇത് ഫ്യൂച്ചറിലേക്ക് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ടീമിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അവരുടെ എക്സിക്യൂഷൻ ആണ് വളരെ ഒരു പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുള്ളത്. വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് കൈകാര്യം ചെയ്യുന്ന ഒരു മിഡ് ക്യാപ് കമ്പനിക്ക് പ്രോജക്ട് കാലതാമസം അല്ലെങ്കിൽ ചിലവ് കൂടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഓർഡർ ബുക്ക് വളർന്നു വരുമ്പോഴും പേയ്മെന്റ് കാലതാമസം മൂലം വരുമാനത്തിൽ ഇടിവുണ്ടാകുന്നതായിട്ട് സമീപകാല റിസൾട്ടുകൾ പലപ്പോഴും നമ്മൾ കാണിക്കുകയുണ്ടായി. ഇതൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഏരിയ തന്നെയാണ്. മാനേജ്മെന്റിന്റെ തിരിച്ചുവരവിന്റെ കഥയിൽ വിശ്വസിക്കുന്ന നിക്ഷേപകർക്ക് തങ്ങളുടെ വലിയ ഓർഡർ ബുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുമ്പോൾ NCC ഒരു സുപ്രധാന റീറേറ്റിംഗിനുള്ള സാധ്യത നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് NCC മാറുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഇനി അവസാനത്തെ സ്റ്റോക്കിലേക്ക് നമുക്ക് പോകാം. ഇതൊരു നിർമ്മാണ കമ്പനിയല്ല, പക്ഷേ ഏതൊരു നിർമ്മാണ കുതിപ്പിനും ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നൽകുന്ന ഒരു കമ്പനിയാണ്. ഇത് ക്ലാസിക് പിക്സ് ആൻഡ് ഷവൽ എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള സെലക്ഷൻ ആണ്. സിമന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചറും നിർമ്മിക്കാൻ കഴിയില്ല. നമ്മുടെ നാലാമത്തെ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുപ്പ് ഈ രംഗത്തെ തർക്കമില്ലാത്ത ഒരു സ്റ്റാറിനെ തന്നെയാണ് അൾട്രാടെക് സിമന്റ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള അൾട്രാടെക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് റെഡിമിക്സ് കോൺക്രീറ്റ് നിർമ്മാതാക്കളാണ്. രാജ്യത്തെ വിപണിയുടെ 28% ആ ഒരു വിപണി വിഹിതം ഇവർക്കുണ്ട്. ചൈനയെ ഒഴിച്ചു നിർത്തിയ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സിമന്റ് കമ്പനിയാണ്. ഈ ഒരു വലിയ തോതിലുള്ള പ്രവർത്തനം കമ്പനിക്ക് വളരെ അവിശ്വസനീയമായിട്ടുള്ള ഒരു നേട്ടം നൽകുന്നു. ഇന്ത്യയിലുടനീളമുള്ള സാന്നിധ്യം കൊണ്ട് രാജ്യത്തിന്റെ എവിടെയുമുള്ള ഏതൊരു പ്രോജക്റ്റിനും സിമന്റ് വിതരണം ചെയ്യാൻ അൾട്രാടെക്കിന് കൃത്യമായിട്ട് കഴിയുകയും ചെയ്യും. അൾട്രാടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാ മേഖലയിലും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ കഴിയും. അതായത് ഇപ്പോൾ ആ ഒരു ഓർഡർ L&Tക്കോ PNCക്കോ അല്ലെങ്കിൽ NCCക്കോ ആർക്ക് ലഭിച്ചാലും അവർക്കെല്ലാം സിമന്റ് ആവശ്യമായിട്ട് വരും. അതിന്റെ ഒരു വലിയ ഭാഗം അൾട്രാടെക്കിൽ എത്തുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് കയ്യിലുള്ള കമ്പനി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ മുന്നേറ്റവും ശക്തമായിട്ടുള്ള ഭവന പണിയും കാരണം അടുത്ത 2 വർഷത്തിൽ ഇന്ത്യൻ സിമന്റ് ആവശ്യം പ്രതിവർഷം 6 to
7% വളരാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു ആവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിനായിട്ട് അൾട്രാടെക് തങ്ങളുടെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയാണ്. പ്രതിവർഷം 200 ദശലക്ഷം ടൺ എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഏരിയയിൽ കമോഡിറ്റികളുടെ ആ ഒരു സൈക്ലിക്കൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിമന്റ് വില എപ്പോഴും കോൺസ്റ്റന്റ് ആയി നിൽക്കില്ല. കൂടാതെ കോൾ, പെറ്റ്കോക്ക് പോലെയുള്ള അസംസ്കൃത വസ്തുക്കളുടെയും ഊർജ്ജത്തിന്റെയും വിലയെ ആശ്രയിച്ച് അവരുടെ ആ ഒരു പ്രോഫിറ്റിലും ഡിഫറൻസ് വന്നേക്കാം. തീർച്ചയായിട്ടും ആവശ്യം ആരോഗ്യകരമാണെങ്കിലും പെറ്റ്കോക്കിന്റെ വർദ്ധിച്ചു വരുന്ന വില നിയർ ഫ്യൂച്ചറിൽ ലാഭ മാർജിനിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വേ ഔട്ട് ആയിട്ട് നമുക്ക് അൾട്രാടെക്കിനെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു സെലക്ഷൻ നമ്മളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യും. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ മേഖല സർക്കാർ നയങ്ങളെ വളരെയധികം ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റിന്റെ നയങ്ങളിലുള്ള മാറ്റവും അല്ലെങ്കിൽ പൊതുച്ചെലവിലുള്ള കുറവ് ഇവയൊക്കെ പ്രോജക്ടുകളെ വൈകിപ്പിക്കാനും വരുമാനത്തെ ബാധിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷനും വർദ്ധിച്ചു വരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റുകളും ഒക്കെ വളരെ വെല്ലുവിളി നേരിടുന്ന ചില ഏരിയകളാണ്. ഉയർന്ന മെറ്റീരിയൽ ചെലവുകൾ ലാഭമാർജിൻ കുറയ്ക്കുകയും ഉയർന്ന നിരക്കുകൾ കമ്പനിക്ക് അവരുടെ വളർച്ചയ്ക്ക് പണം കണ്ടെത്തുന്നത് ചെലവേറിയതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഈ ഒരു അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി പറയുകയാണ്. അതേപോലെ തന്നെ ലാൻഡ് അക്വയറി, പരിസ്ഥിതി അനുമതികൾ, മറ്റ് ലോജിസ്റ്റിക്കൽ വെല്ലുവിളികൾ ഇവ തീർച്ചയായിട്ടും കാലതാമസവും ചെലവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാരണമായിട്ട് മുന്നിലുണ്ട്. അപ്പോൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എല്ലായ്പ്പോഴും കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. അപ്പോൾ ഒരു വലിയ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പ്രയോജനം നേടാൻ സാധ്യതയുള്ള 4 വ്യത്യസ്ത കമ്പനികളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ലിസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മൾ തുടങ്ങിയത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഭീമനായിട്ടുള്ള L&Tയിൽ നിന്നാണ്. തുടർന്ന് ഹൈവേ മേഖലയിലുള്ള വൈവിധ്യം നേടിയ PNC ഇൻഫ്രാസ്ട്രക്ചറിനെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട് NCC ലിമിറ്റഡ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒടുവിലായിട്ട് ഈ ഒരു കുതിച്ചുചാട്ടത്തിന്റെ അടിസ്ഥാന ഘടകം നൽകുന്ന വിതരണക്കാരായിട്ടുള്ള അൾട്രാടെക് സിമന്റിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. ഓരോ കമ്പനികളും നമ്മുടെ കാലത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്റ്റോറീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വ്യത്യസ്തമായിട്ടുള്ള വഴികൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ഇന്ത്യയുടെ നിർമ്മാണം ഒരു ഹ്രസ്വകാല പ്രവണതയല്ല, പല ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സൂപ്പർ സൈക്കിൾ തന്നെയാണ്. പ്രധാന പ്ലേയേഴ്സിനെ മനസ്സിലാക്കിയതോടെ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഗ്രോത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഈ ഒരു മേഖലയിലുള്ള ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കണ്ടെത്താനും കഴിഞ്ഞു എന്ന് ഞാൻ കരുതട്ടെ. അപ്പോ ഇനി വരുന്ന വീഡിയോകളിലും ഇതേപോലെ തന്നെ പ്രത്യേക സെക്ടറുകളിലെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോക്കുകളെ കൃത്യമായിട്ട് പരിചയപ്പെടുകയും അവയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കാനും നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.